ഹലോ നമസ്കാരം എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അമേസിങ് വെയിറ്റ് ലോസ് ലഞ്ച് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റാഗിയും ഓട്സും വെച്ചിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് പറാട്ട. സ്റ്റഫിങ് ഞാൻ കൊടുക്കുന്നത് പനീർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സൂപ്പർ ന്യൂട്രീഷ്യസ് ഹെൽത്തി പറാട്ട എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഓട്സും 1/4 കപ്പ് റാഗി വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റഫിങ്ങിന് വേണ്ടിയുള്ളതാണ്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഓട്സ് റോസ്റ്റ് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഒരാൾക്ക് കഴിക്കാനുള്ള അളവിനാണ് എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെയും റാഗിയുടെയും അളവ് കൂട്ടിയെടുത്താൽ മതി. എത്രയാണോ ഓട്സ് എടുക്കണേ അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി റാഗി എടുത്താൽ മതി. നല്ല ചൂടായ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഓട്സ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഓട്സ് റോസ്റ്റ് ചെയ്താലാണ് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ പൊടിക്കുന്നതിന് മുമ്പ് ഓട്സ് റോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വിട്ടു പോകരുത്. അപ്പോൾ ഓട്സ് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച 1/4 കപ്പ് റാഗിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 സെക്കൻഡ് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇത് രണ്ടും കൂടി പൊടിച്ചെടുക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓട്സും റാഗിയും വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഓട്സിൽ ബീറ്റാ ഗ്ലൂക്കൻ ഫൈബർ ഉണ്ട്. അത് കൊളസ്ട്രോൾ കുറയ്ക്കും. നമ്മുടെ ബോഡിയിലെ ബാഡ് കൊളസ്ട്രോളിൻ്റെ കൂടെ ഈ ഫൈബർ ബൈൻഡായിട്ട് അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളാൻ സഹായിക്കും. അതുപോലെ റാഗിയിൽ ഫൈബറും കാൽഷ്യം റിച്ചാണ്. ഡയബറ്റിക് പേഷ്യൻസിന് അവരുടെ ഷുഗർ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി പൊടിച്ച മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നോർമൽ വെള്ളമല്ല, നല്ല തിളച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കുമ്പോൾ കൈ വെച്ച് കുഴച്ച് എടുക്കുക. ഇപ്പോൾ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് ഡോ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഓട്സും റാഗിയും ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ലോ കാലറിയാണ്. അതുപോലെ ഫൈബർ റിച്ച് ആയതുകൊണ്ട് ഇത് നല്ല ഫില്ലിംഗ് ആയിരിക്കും. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് വിശക്കില്ല. അതുകൊണ്ട് വെയിറ്റ് ലോസും നമുക്ക് പെട്ടെന്ന് തന്നെ നടക്കും. ഇനി കുറച്ച് നെയ്യ് കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറുതായി മുറിച്ചതും 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളകിൻ്റെ പകുതിയും പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 100 ഗ്രാം പനീർ ചെറുതായി മുറിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി ചെറുതായി മുറിച്ചതും, 1/2 കപ്പ് ചീര അരിഞ്ഞതും, ലാസ്റ്റ് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് 1/2 സ്പൂണ് ഒലിവ് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കിയ ശേഷം മുറിച്ച് വെച്ച തക്കാളിയും കൂടി ചേർത്ത് ഇളക്കുക. എന്നിട്ട് തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലയൊന്നും ചേർക്കണില്ല. ഗരം മസാലയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കണുള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കാരണം നമ്മൾ ഇതിലേക്ക് വളരെ കുറവ് എണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയും ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ച പനീറും ചീരയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റിയ ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. അപ്പോൾ ഈ പറാട്ട ലോ കാലറിയാണ്. പനീറിൽ ഹൈ പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ ചീരയിൽ ഫൈബർ റിച്ചാണ്. അമേസിങ് ന്യൂട്രിയൻസ് ആണ് ബോഡിയിലേക്ക് നമുക്ക് കിട്ടുക. അതുപോലെ ടേസ്റ്റും പറയാനില്ല. ആട്ട വെച്ച് ചെയ്യണ പറാട്ടേനേലും സൂപ്പർ ടേസ്റ്റിയാണ്.
ചീര പിന്നെ പറയാനില്ല, ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്, ഫൈബർ റിച്ച് ആണ്, ഡൈജഷൻ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളൊക്കെ ഇത് ഇല്ലാതാക്കും. പിന്നെ ഇതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ കെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇത് ബൂസ്റ്റ് ചെയ്യും. അയൺ കണ്ടൻറ്റ് ഉണ്ട്. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിന് ഈ പറാട്ട കഴിക്കാൻ കാരണം ഇതിൽ എല്ലാ ന്യൂട്രിയൻസും ഉണ്ട് അവർക്ക് ആവശ്യമുള്ള. പിന്നെ ധാരാളമായിട്ട് ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത അളവിന് 2 റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഉള്ളൊന്ന് ചെറിയ ഹോളാക്കി കൊടുത്ത ശേഷം നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നിൻ്റെ മേലെ ഒന്ന് മടക്കി ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിങ് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ മേലേക്ക് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് വീണ്ടും പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഡസ്റ്റ് ചെയ്യാനും റാഗിയുടെ പൊടി തന്നെയാണ് എടുത്തത്. അപ്പോൾ ആവശ്യത്തിന് അത് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണ്ട. അപ്പോൾ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഒരു 100 ഗ്രാം പനീറിൽ 23 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, ഹൈ എമൗണ്ട് ഓഫ് കാൽഷ്യം, ഫോസ്ഫറസും ഉണ്ട്, അതുപോലെ വൈറ്റമിൻ B12 ഉണ്ട്. അപ്പോൾ വളരെ ന്യൂട്രീഷ്യസ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യണവർ ഉറപ്പായിട്ടും ഇത് പൊറോട്ട നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ തവയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ പനീറിന് പകരം നിങ്ങൾക്ക് എഗ് വൈറ്റ്സ് യൂസ് ചെയ്യാം. 2 എഗ്ഗിൻ്റെ വൈറ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എന്നിട്ട് പനീറിന് പകരം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹെൽത്തി ആൻഡ് ടേസ്റ്റി സ്റ്റഫ്ഡ് ഓട്സ് റാഗി പറാട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തൈരിൻ്റെയും ചട്നിയുടെയും കൂടെ ഇത് സെർവ് ചെയ്യാം. നല്ലൊരു പ്രോട്ടീൻ റിച്ച് ലോ കാലറി വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എന്നാലാണ് നമ്മുടെ അപ്കമിങ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു ഹെൽത്തി വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ.